തങ്ങളവറുകൾ വഫാത്തായിരുന്ന ദിവസം ഞാൻ ഈ ആവോലത്ത് എന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ മരിച്ചിട്ട് അവിടെയുണ്ട്. ഞാൻ അവിടുന്ന് വിവരമറിഞ്ഞു. എപ്പോഴും നന്ദി വേണമല്ലോ, ബോധം വേണമല്ലോ. ഞാനതാ തങ്ങൾ മരിച്ച വിവരമറിഞ്ഞപ്പോ മഹാനായ കാന്തപുരം ഉസ്താദ് അന്ന് തമിഴ്നാട്ടിലാണ്. നമ്മുടെ നേതാക്കൾ പലരും പല സ്ഥലത്താണ്. ഞാൻ ഉസ്താദിനെ വിളിച്ച് വിവരം പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉസ്താദേ, തങ്ങൾ വഫാത്തായല്ലോ, നമുക്ക് ആയിരക്കണക്കിന് മദ്രസയില്ലേ കേരളത്തിലും പുറത്തും? അതേ, ആയിരക്കണക്കിന് മദ്രസയില്ലേ? ആ മദ്രസയിൽ അതാ ലക്ഷക്കണക്കിന് കുട്ടികളില്ലേ? അതുപോലെ 10,000-കണക്കിന് മുഅല്ലിമീങ്ങളില്ലേ? അവരൊക്കെ നാളെ അവരവരുടെ മദ്രസയിൽ നിന്ന് അതാ തങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹയും സൂറത്ത് ഓതി യാസീൻ ഓതി ദിക്ർ ചൊല്ലി ദുആ നടത്തിയാൽ അതൊരു നല്ല കാര്യമല്ലേ? അതിനുവേണ്ടി ഉസ്താദിന്റെയും മറ്റും ഒരു പ്രസ്താവന കൊടുക്കട്ടെ. ഉസ്താദ് അവർകൾ പറഞ്ഞു, നിർബന്ധമായും കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളാൽ തങ്ങളെ വിളിച്ചു. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങൾ പറഞ്ഞു, നിർബന്ധമായും കൊടുക്കണം. ഞാൻ മൗലാന എം എ ഉസ്താദിനെ വിളിച്ചു. എം എ ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. ഖലീൽ തങ്ങളെ വിളിച്ചു. അങ്ങനെ ഓരോ നേതാക്കളെയും വിളിച്ചു. എന്നിട്ട് ഞാനതാ പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന മുഴുവൻ പണ്ഡിതന്മാരെയും പേരിൽ കൊടുത്തു. അൽഹംദുലില്ലാഹ്, തങ്ങളവറുകളുടെ വഫാത്ത് നടന്ന ദിവസം തന്നെ ആയിരക്കണക്കിന് മദ്രസകളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ 10,000-കണക്കിന് പണ്ഡിതന്മാർ തങ്ങളെ പേരിൽ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതി ദുആ നടത്തിയില്ലേ മുസ്ലിമീങ്ങളെ? എന്നിട്ട് നമ്മളെയൊക്കെ തങ്ങളെ വിരോധിയാണെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഇവരെന്തെല്ലാം കുതന്ത്രങ്ങൾ ഇവിടെ പയറ്റി. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾക്ക് എതിരെ പറഞ്ഞു എന്ന് പറയാൻ കള്ളരേഖ കൊണ്ടുവന്നിട്ട് ഞാൻ പിടിച്ചതല്ലേ സെലഫി, കാണിച്ചതല്ലേ സെലഫി. എന്നാൽ ശിഹാബ് തങ്ങളെ പേരെടുത്തിട്ട് നിങ്ങളെ നേതാക്കന്മാര് പറയുന്ന നീചമായ വാക്കുകൾ മുസ്ലിം സമുദായം ഒന്നറിയട്ടെ, ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾ സമുദായത്തിന്റെ ശത്രുക്കളല്ലേ? യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സർവ്വ മുസ്ലിം നേതാക്കളെയും നിസ്സാരപ്പെടുത്തലും നിന്ദിക്കലും നിങ്ങളെ പരിപാടിയല്ലേ? ഒന്ന് വെച്ചുകൊടുക്ക മോനെ. പിന്നെ തങ്ങന്മാരെങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലേ? തങ്ങള് എന്ന് പറഞ്ഞ ആരാ? എല്ലാ രാഷ്ട്രീയത്തിന് പോലും നേതാവ്, മതസംഘടനയിൽ പോലും നേതാവ്, തങ്ങന്മാർക്കല്ല നേതൃത്വം. അതിനാ ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനത്തെ ആത്മീയ നേതാവൊന്നുമില്ല. ചില ആളുകൾ ശിഹാബ് തങ്ങൾ ആത്മീയ നേതാവായി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ കരുണാകരന്റെ ഒക്കെ മാതിരി നേതാവ്, ഉമ്മൻചാണ്ടിന്റെ ഒക്കെ മാതിരി നേതാവ്, അത്രയാണ് ഞങ്ങൾക്ക്. കേട്ടില്ലേ മുസ്ലിമീങ്ങളെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറന്ന് 5 നേരം കൃത്യമായി നിസ്കരിച്ച് അതാ ആയിരക്കണക്കിന് പള്ളികൾക്കും ആയിരക്കണക്കിന് മദ്രസകൾക്കുമൊക്കെ മുസ്ലിം ഉമ്മത്ത് തറക്കല്ലിടാൻ വേണ്ടി, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ മുമ്പ് കാണിച്ചില്ലേ? മംഗലാപുരത്ത് നമ്മളെടുത്ത പള്ളി, ഉള്ളാൾ തങ്ങളെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരം കാന്തപുരം ഉസ്താദ് എടുപ്പിച്ച പള്ളി, അതിന്റെ ഉദ്ഘാടനത്തിനടക്കം തങ്ങളെ ക്ഷണിച്ചില്ലേ? തങ്ങൾ വന്നില്ലേ? തങ്ങളും ഞങ്ങളും ഒന്നായി പങ്കെടുത്തില്ലേ? പറയുന്ന ഞാനതിന്റെ കമ്മിറ്റി മെമ്പറാണ്. ചോദിക്കട്ടെ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന മഹാനായ ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഈ മൗലവി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത അതേ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ ഒരാളാണെന്ന് പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, കരുണാകരനെ ഇമാമത്ത് നിർത്താൻ പറ്റുമോ മൗലവി? ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഖുതുബോധിക്കാൻ പറ്റുമോ മൗലവി? അവരൊക്കെ ഉന്നത നേതാക്കൾ തന്നെ, രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ മതപരമായി പറയുമ്പോ, ആത്മീയമായി പറയുമ്പോ കരുണാകരനെ പോലെയാണ് ശിഹാബ് തങ്ങൾ, അതേ ഉമ്മൻചാണ്ടിയെ പോലെയാണ് ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ കരുണാകരൻ അത് ഇഷ്ടപ്പെടുമോ? ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുമോ? കരുണാകരൻ ശിഹാബ് തങ്ങൾ എടുക്കൽ അത് ആശീർവാദത്തിന് പോകാറില്ലേ? ഉമ്മൻചാണ്ടി പോകാറില്ലേ? ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ശിഹാബ് തങ്ങൾ
അതാ ആശീർവാദത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി അങ്ങോട്ട് കാണാൻ പോകാറുണ്ടോ? അല്ല, അതുപോലെ തന്നെ കരുണാകരനെ കാണാൻ ഗുരുവായൂർ പോകാറുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, യഹൂദികളെ ചാരന്മാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന എല്ലാ തങ്ങന്മാരെയും എല്ലാ ആലിമീങ്ങളെയും ഇങ്ങനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കമ്പനി ഇവരല്ലാതെ മറ്റാരാണ്? ഓ മുസ്ലിമീങ്ങളെ, ഇതിനൊക്കെ മറുപടി പറയൂ സലഫി. ഞാനിവിടെ 1000 ക്ലിപ്പ് കാണിച്ചിട്ട് ഒരൊറ്റ ഒന്ന് തൊടാതെ നിങ്ങൾ 10 മാസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു കാണിച്ചതെന്ന് ജനങ്ങൾ മറക്കുന്നത് വരെ കാത്തിരുന്നിട്ട് 10 മാസം കഴിഞ്ഞ് ഇറങ്ങി അതാ എഴുന്നേറ്റ് വന്നാ പോരാ. പറയൂ, ഓരോന്നിനും മറുപടി പറയൂ. മുസ്ലിം സമുദായത്തോട് മറുപടി പറയൂ. നീ ആരെയാ പിടിച്ചത്? ഇമാമിങ്ങൾ തെറ്റുപറ്റുന്നവര്, ശിഹാബ് തങ്ങളതാ അതാ മറ്റുള്ളവരെ പോലെ നിങ്ങളുടെ വാദവും നിങ്ങളെ മതവും ഏതാണ് മൗലവി?